അലർജി ഉള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. എന്താണെന്നറിയോ? അലർജി ഉള്ള ആളുകൾക്ക് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അലർജിയുടെ ബുദ്ധിമുട്ടുകൾക്കൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ തന്നെയാണ്. അലർജിയുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണം ഹെയർ ഫോളിക്കിലും ഇൻഫ്ലമേഷൻസ് സംഭവിക്കുന്നുണ്ട്. ഇത് കാരണം തന്നെ മുടിയൊക്കെ വളരെയധികം തിന്നായി പോവുകയും കട്ടി കുറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മളെ കുടലിന്റെ ആരോഗ്യം പ്രോപ്പർ ആയിട്ട് നടക്കാതെ വരികയും കുടലിലൊക്കെ ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ നടക്കുന്നില്ല. അതുവഴിയൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് എത്താത്തത് കൊണ്ട് തന്നെ നമ്മൾ മുടികൊഴിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. അലർജി ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഉറക്കക്കുറവും കൂടുതൽ സ്ട്രെസ്സും മുടികൊഴിച്ചിൽ കൂടാൻ കാരണമാവുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അലർജിയുടെ ടെസ്റ്റുകളൊക്കെ ചെയ്യുക, അലർജിക്കുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്താനാണ്. കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നല്ല രീതിയിലുള്ള ഉറക്കം ഉറപ്പുവരുത്തുക. സ്ട്രെസ് നന്നായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മൾ അലർജി ടെസ്റ്റിനോടൊപ്പം ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളുണ്ട്. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, സെറം ഫെറിറ്റിൻ ടെസ്റ്റ്, അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇതെല്ലാം കറക്റ്റ് ആണോ, നോർമൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അലർജിക്ക് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുടികൊഴിച്ചിലുള്ള ബുദ്ധിമുട്ട് നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അലർജിയുടെ ബുദ്ധിമുട്ടോടൊപ്പം നിങ്ങൾക്കും ഈ ഒരു മുടികൊഴിച്ചിലുണ്ടോ എന്ന താഴെ കമന്റ് ചെയ്യൂ.